അപ്പോൾ 5 സ്ത്രീകൾ BJPക്ക് നിർത്താമെങ്കിൽ, NDAക്ക് നിർത്താമെങ്കിൽ, ഇത്രയും കാലം കേരളത്തെ മാറി മാറി ഭരിച്ച കോൺഗ്രസിനെ എന്തേ നിർത്തിക്കൂടെ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിർത്തിക്കൂടെ? CPIക്ക് നിർത്തിക്കൂടെ? ഇല്ലല്ലോ. ഒരു ക്രിസ്ത്യൻ സഹോദരനെ എന്തിനാണ് ഒരു ഹിന്ദു ഭയപ്പെടേണ്ട കാര്യം? കാരണം എല്ലാ കുട്ടികളും ചെറിയ പ്രായത്തിൽ നല്ല അരഞ്ഞാണൊക്കെ, സ്വർണത്തിൻ്റെ ഒക്കെ പൈസയുള്ളവർ സ്വർണം, പൈസയില്ലാത്തവർ വെള്ളി, അങ്ങനെ ഈ അരഞ്ഞാണമൊക്കെ കെട്ടിയിട്ട് കുട്ടികൾ റോഡിൽ നിന്ന്, ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും, ഞാൻ എൻ്റെ മക്കൾക്ക് കഴുത്തിലൊരു മാല പോലും ഞാൻ അവരെ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്നോട്. 8ാം ക്ലാസ്സിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്ന എൻ്റെ 2ാമത്തെ മകനെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ല ആ ദൃശ്യം. അപ്പോൾ അവന് വീട്ടിലാണെങ്കിൽ പോലും ഞാൻ 4 ദിവസവും 5 ദിവസവും കൂടുമ്പോൾ വീട്ടിൽ കയറി വരുന്ന ഒരു അമ്മയാണ്. അപ്പം ഞാൻ കണക്കാക്കിയത് എന്താണ്? യേശുദേവനെ നമുക്ക് സ്നേഹിക്കാമെങ്കിൽ രാമനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഇസ്ലാം മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസത്തിൽ മുന്നോട്ട് പോകട്ടെ, എന്താ അതിനൊരു കുഴപ്പമുള്ളത്? എന്നാൽ കുടിലമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങൾ സ്പ്ലിറ്റ് ആവണം എന്ന് ചില രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കുന്നു. പലരും എന്താണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച രാമൻ. അങ്ങനെയല്ല, രാമനും സീതയും ശക്തിയും അതുപോലെ തന്നെ പ്രകൃതിയും ഒന്ന് തന്നെയാണ്. എന്നാൽ മനുഷ്യ ജന്മമെടുത്ത ശ്രീരാമചന്ദ്രൻ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളെക്കുറിച്ച് ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യർക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ രാമക്ഷേത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ട് രാമക്ഷേത്രം ഇവിടെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ രാമൻ ഇവിടെയല്ലേ ജനിച്ചത്? അപ്പം നമ്മുടെ രാമൻ ജനിച്ച ഈ അയോധ്യ, ആ അയോധ്യയെ എന്തിനാണ് യേശുദേവൻ ജനിച്ച യേശുദേവൻ്റെ ഇന്നും ആ പുൽക്കുടിലിനെ സ്വപ്നം കണ്ടുകൊണ്ട് കണ്ണുകൾ ഈറനണിയിച്ചുകൊണ്ട് യേശുദേവൻ്റെ പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും ഈസ്റ്ററുമൊക്കെ ഹൃദയത്തിൽ ചേർത്ത് വയ്ക്കുന്ന ഒരു ക്രിസ്ത്യൻ സഹോദരനെ എന്തിനാണ് ഒരു ഹിന്ദു ഭയപ്പെടേണ്ട കാര്യം? എന്തിനാണ് സ്നേഹിക്കാതിരിക്കുന്നത്? എന്തിനാണ് രാമൻ ജനിച്ച അയോധ്യയിൽ? നമ്മുടെ പൂർവികരുടെ ചരിത്രമാണത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കൃതിയല്ലേ? ആ സംസ്കാരത്തെ എന്തിനാണ് മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന ആൾ വെറുക്കുന്നത്? വെറുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഏകോദര സഹോദരങ്ങളെ പോലെ മതം എന്ന് പറയുന്നത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനുള്ള പാത മാത്രമാണ്. രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്താൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ ചില ആളുകൾ വ്യക്തിപരമായ മുന്നേറ്റത്തിനും പാർട്ടിയുടെ മുന്നേറ്റത്തിനും വേണ്ടി മതപരമായ ഇക്വേഷൻസിനെ കൂട്ടിക്കലർത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ രാമക്ഷേത്രം, ആ രാമക്ഷേത്രം അവിടെ വീണ്ടും രാമൻ്റെ ഒരു വിഗ്രഹം അവിടെ വരുന്നു. അതെല്ലാവരും നമ്മുടെ പൂർവികരുടെ ഒരു ഐഡൻറ്റിറ്റിയാണത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് നമുക്കെല്ലാവർക്കും, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്തായിരുന്നു? ലോകം സ്വന്തം ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യയെ കുറ്റപ്പെടുത്തിയപ്പോൾ ആര് കുറ്റപ്പെടുത്തി? ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തി. ആ വ്യക്തി പറഞ്ഞു, സീത എത്രയോ കാലം പുറത്തായിരുന്നല്ലോ എന്ന് പറഞ്ഞു. രാവണൻ്റെ കൊട്ടാരത്തിനകത്തായിരുന്നല്ലോ എന്ന് ചോദിച്ച് സീതയെ കളിയാക്കിയപ്പോൾ അവിടെ ഈ രാമായണം നമുക്ക് പകർന്നു തരുന്നത് ഒരു വലിയ അറിവാണ്. പലരും എന്താണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് ഭാര്യയെ ഉപേക്ഷിച്ച രാമൻ. അങ്ങനെയല്ല, രാമനും സീതയും ശക്തിയും അതുപോലെ തന്നെ പ്രകൃതിയും ഒന്ന് തന്നെയാണ്. എന്നാൽ മനുഷ്യ ജന്മമെടുത്ത ശ്രീരാമചന്ദ്രൻ അനുഭവിച്ചിട്ടുള്ള ദുഃഖങ്ങളെക്കുറിച്ച് ഈ ആധുനിക കാലഘട്ടത്തിലെ മനുഷ്യർക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് അതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പം സീത രാമനിൽ നിന്ന് അകലുന്നില്ല. എപ്പോഴും സീത എന്ന് പറയുന്നത് രാമൻ്റെ ഹൃദയത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്നാൽ ഒരു വ്യക്തി രാഷ്ട്രീയക്കാരനായാൽ, രാജാവായാൽ, രാജാവിൻ്റെ ഒന്നാമത്തെ ധർമ്മം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോറിറ്റി എന്ന് പറയുന്നത് ജനഹിതമാണ്. അപ്പം ജനത്തോടൊപ്പം നിൽക്കാൻ ശ്രീരാമചന്ദ്രൻ തീരുമാനിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ്റെ ഭാര്യയോടൊപ്പം നിൽക്കാമായിരുന്നല്ലോ, അഹങ്കരിച്ചുകൊണ്ട് പറയാമായിരുന്നല്ലോ, ഇതെൻ്റെ സീതയാണ്, നിങ്ങൾക്ക് എന്തിനാണ് സീതയെ കുറ്റം പറയാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും എന്ന് ചോദിക്കാമായിരുന്നു. അതല്ല നമുക്ക് പകർന്നു തന്നത്. എന്താണ്? ഒരു രാജാവ്, ഒരു വ്യക്തി രാജാവായി മാറിയാൽ, ഇപ്പം ഞാനൊരു രാഷ്ട്രീയക്കാരി, ഞാൻ പൊതുപ്രവർത്തകയായി മാറിയാൽ എൻ്റെ കുടുംബത്തിനേക്കാൾ എനിക്ക് കൂടുതൽ പ്രാധാന്യം ഞാൻ ഈ പൊതുപ്രവർത്തനത്തിന് കൊടുക്കാൻ സാധിക്കില്ലെങ്കിൽ കസേരയിൽ ഇരിക്കരുത് എന്നുള്ള ഒരു പോയിന്റ് കൂടി പകർന്നു തരുന്ന ആ രാമനെ അല്ലെങ്കിൽ ആ സീതാദേവിയെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളതാണ്. യേശുദേവനെ നമുക്ക് സ്നേഹിക്കാമെങ്കിൽ രാമനെയും നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ഇസ്ലാം മതവിശ്വാസികൾ അവരവരുടെ മതവിശ്വാസത്തിൽ മുന്നോട്ട് പോകട്ടെ, എന്താ അതിനൊരു കുഴപ്പമുള്ളത്? എന്നാൽ കുടിലമായ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു വിഭാഗങ്ങൾ സ്പ്ലിറ്റ് ആവണം എന്ന് ചില രാഷ്ട്രീയക്കാർ ആഗ്രഹിക്കുന്നു. ഈശ്വരവിശ്വാസം മനുഷ്യൻ്റെ മനസ്സിലേക്ക് വന്നാലും മനുഷ്യർ രക്ഷപ്പെടും. അതുകൊണ്ട് ഈശ്വരീയമായിട്ടുള്ള വിശ്വാസം വേണ്ട എന്ന് തീരുമാനിക്കുന്നു. ഈശ്വരീയ വിശ്വാസത്തോടു കൂടി ഒരു ചെറുപ്പക്കാരൻ വളർന്നു വന്നാൽ അവൻ ഒരിക്കലും കഞ്ചാവ് കച്ചവടത്തിന് പോകാൻ പറ്റില്ല.
അവൻ ഒരിക്കലും തൻ്റെ അയൽവക്കത്തുള്ള പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ പറ്റില്ല. അവൻ ഒരിക്കലും ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് എന്താണ്, ഈശ്വര വിശ്വാസികൾ കൂടുതൽ നന്മയിലേക്ക് പോകും. കമ്മ്യൂണിസ്റ്റുകാർക്ക് ഈശ്വര വിശ്വാസമില്ല, അവർക്കത് വേണ്ട. അവർ വിളക്ക് കത്തിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ല. അവർ ചോദിക്കുന്നത് എന്തിനാണ് വിളക്ക് കത്തിക്കുന്നത്? ആ എണ്ണയുണ്ടെങ്കിൽ പരിപ്പോടം ഉണ്ടാക്കാമല്ലോ എന്ന് ചോദിച്ച നേതാക്കന്മാർ ഇവിടെ ഉണ്ട്. അമ്പലങ്ങൾ തച്ചു തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഗണേശോത്സവം വേണ്ട എന്ന് പറഞ്ഞവരുണ്ട്. ഗണേശൻ എന്ന് പറയുന്നത് പ്രകൃതിക്കിണങ്ങുന്നതല്ല എന്നും ഇതൊരു ഈശ്വരനാണോ എന്ന് ചോദിച്ചവരും ഇവിടെയുണ്ട്. അല്ലേ? അതെന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്? അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ഭരണഘടന അനുവദിക്കുന്നതാണ്. അത് അവർ വിശ്വസിക്കട്ടെ. അതായത് പുല്ലിനെ, പുഴുവിനെ, പുൽച്ചാടിയെ, വലിയ പർവ്വതങ്ങളെ, നീരൊഴുക്കിനെ എല്ലാം ദൈവമായിട്ട് കാണണമെന്നും ചരവും അചലവും അജലവുമായ വസ്തുക്കളെ, സ്ഥിരമായി നിൽക്കുന്നതും ഇളക്കം തട്ടുന്നതുമായിട്ടുള്ള വസ്തുക്കളെ, അതിലെല്ലാം ദൈവികതയുണ്ട് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച പൂർവ്വസൂരികളുടെ നാടാണ് ഈ ഭാരതം എന്ന് പറയുന്നത്. നമ്മൾ ഇങ്ങനെയാണ് ജപിക്കാറ്: സർവേ വിസുഖിന സന്തു, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കച്ചിത് ദുഃഖമാപ്നുവാത് എന്നുള്ള മംഗളശ്ലോകം ജപിക്കുമ്പോൾ എല്ലാവർക്കും സുഖമുണ്ടാകട്ടെ, എല്ലാവർക്കും ആയുരാരോഗ്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നാണ് ജപിക്കുന്നത്. അവിടെ ക്രിസ്ത്യാനിക്ക് വേണ്ട എന്നോ മുസൽമാന് വേണ്ട എന്നോ ഹിന്ദുവിന് മാത്രം സുഖം വേണമെന്നല്ല മന്ത്രം. നമ്മുടെ പൂർവ്വസൂരികൾ പറഞ്ഞിട്ടുള്ളത് ഇദം നമമ, ഇതൊന്നും എൻ്റേതല്ല, ഇതെല്ലാവരുടെയുമാണ്, ഇത് എല്ലാവരുടെയുമാണ്. രാഷ്ട്രായ സ്വാഹ, അതായത് ഇത് രാഷ്ട്രത്തിന് സമർപ്പിക്കപ്പെട്ടതാണ്. ഈ പോയിന്റിൽ നിന്നുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി NDA മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിലവിൽ പലതരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായും എനിക്ക് ചോദിക്കാനുള്ളത്, ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ നേതാവിന് കേരളത്തിൽ തന്നെ, രാജ്യത്ത് തന്നെ അറിയപ്പെടുന്ന നേതാവാണ്. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ പോകാൻ കഴിഞ്ഞ കേരളത്തിലെ ആദ്യത്തെ വനിതാ നേതാവ്. അപ്പോൾ സുഖദുഃഖങ്ങൾ എല്ലാ തരത്തിലും ഉണ്ടായിട്ടുണ്ട്. സന്തോഷമാണോ അതോ ദുഃഖങ്ങളാണോ ഏറ്റവും അധികം ഉണ്ടായിട്ടുള്ളത്? എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തേണ്ടി വന്നിട്ടുള്ളത്? ദുഃഖങ്ങൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇപ്പോൾ കുട്ടികളുടെ കാര്യം തന്നെ എടുത്താൽ, അതിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ, അവനെ ഹോസ്റ്റലിലാക്കുകയാണ് ചെയ്തത്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകൻ എന്ന് പറയുന്നത്, ഞാൻ എപ്പോഴും ഒരു അമ്മ എന്നുള്ള രീതിയിൽ പറയുന്നു, വേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. കാരണം അവൻ്റെ മനസ്സിനകത്ത് അമ്മയെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ, അമ്മയുമായിട്ടുള്ള നിമിഷങ്ങൾ, അതൊരു പക്ഷേ ഒരു 10ാം ക്ലാസ് വരെ എൻ്റെ മൂത്ത മകനെ നോക്കിയതുപോലെ ഞാൻ നോക്കേണ്ടതായിരുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അവൻ ഇപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്നോട്, 8ാം ക്ലാസ്സിൽ ഹോസ്റ്റലിൽ കൊണ്ടുപോയി ആക്കി ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് കണ്ണ് നിറഞ്ഞിരിക്കുന്ന എൻ്റെ 2ാമത്തെ മകനെ എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ല, ആ ദൃശ്യം. അപ്പോൾ അവന് വീട്ടിലാണെങ്കിൽ പോലും ഞാൻ 4 ദിവസവും 5 ദിവസവും കൂടുമ്പോൾ വീട്ടിൽ കയറി വരുന്ന ഒരു അമ്മയാണ്. അപ്പം ഞാൻ കണക്കാക്കിയത് എന്താണ്, ടീച്ചർമാരുടെ സ്നേഹം ഉണ്ടാവും അവിടെ, അതുപോലെ തന്നെ ഹോസ്റ്റലിൽ വാർഡൻ അവർ സഹായിക്കാനുണ്ടാകും, അതുപോലെ തന്നെ എല്ലാ കൂട്ടുകാരുണ്ടാകും. അപ്പോൾ അത് കൂടുതൽ അവൻ ഒറ്റപ്പെടലിൽ നിന്ന് അവനൊരു മോചനമായിരിക്കുമെന്നാണ് ഞാൻ കരുതിയതെങ്കിലും 5 ദിവസം കൂടുമ്പോഴെങ്കിലും അമ്മയെ കാണാമല്ലോ എന്നുള്ള അവൻ്റെ ആ ഒരു ചിന്തയെയാണ് ഞാൻ മുറിച്ചു മാറ്റിയത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നീടും പല ഘട്ടങ്ങളിലും അവൻ എന്നോട് പറയുകയുണ്ടായി, ആ പാടത്തെ ക്രിക്കറ്റ് കളിയും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരുടെ കൂടെയുള്ള ഫുട്ബോൾ കളിയും അതൊക്കെ അമ്മ കാരണം കളഞ്ഞിട്ടുണ്ട് എന്ന് ഒരു വേളയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ വാശി പിടിച്ചിട്ടില്ല. ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്, ഞാൻ എൻ്റെ മൂത്ത മകൻ, അയാൾ ഡൽഹി IIT-യിൽ 6ാം റാങ്കുകാരനായിരുന്നു. അപ്പോൾ വലിയ പഠനം, അത്രയും മാർക്ക് കിട്ടിയിട്ടൊരു കുട്ടി വലിയ രീതിയിൽ പഠിച്ച് അവിടെയും റാങ്ക് വാങ്ങിയിട്ട് അതിനെ തുടർന്ന് ഞാൻ അയാൾക്ക് വീണ്ടും ഇപ്പോൾ അമേരിക്കയിൽ കാലിഫോർണിയ ബർക്കലിയിലാണ് അയാൾ പബ്ലിക് പോളിസി ചെയ്തത്. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ശ്രീമാൻ ശശി തരൂരിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മലയാളി ഇങ്ങനെ ഈ യൂണിവേഴ്സിറ്റിയിൽ സെലക്ട് ആവുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറയും, ഞാൻ വിശ്വാസിയാണ്. അപ്പോൾ ഞാൻ ചോദിക്കും, ഒരു രക്ഷ തരട്ടെ. അപ്പോൾ ഞങ്ങളുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ഒരു ചെറിയ ഒരു സ്വർണത്തിൻ്റെ ഒരു തകിടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രക്ഷയൊക്കെ ശരീരത്തിൽ ഇടുക എന്നുള്ളത് പഴയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ പറയും, അത് ഇട്ടാൽ നല്ലതായിരിക്കും. പക്ഷേ ഞാൻ അങ്ങനെ ഒരു സ്വർണത്തിൽ ഒരു രക്ഷ എൻ്റെ മകന് കൊടുക്കണമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന സമയത്ത് ഞാനത് തിരുത്തും. എന്താണ്, ഞാൻ അവർക്ക് ജീവിതത്തിൽ 1 പവൻ സ്വർണം പോലും എൻ്റെ മക്കളുടെ ശരീരത്തിൽ ഇടേണ്ടതായിരുന്നു. എന്താണ് കാരണം, എല്ലാ കുട്ടികളും ചെറിയ പ്രായത്തിൽ നല്ല അരഞ്ഞാണമൊക്കെ, സ്വർണത്തിൻ്റെ പൈസയുള്ളവർ സ്വർണം, പൈസയില്ലാത്തവർ വെള്ളി, അങ്ങനെ ഈ അരഞ്ഞാണമൊക്കെ കെട്ടിയിട്ട് കുട്ടികൾ റോഡിൽ നിന്ന്, ചെറിയ കുട്ടികളൊക്കെ ഇപ്പോൾ കളിക്കുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും, ഞാൻ എൻ്റെ മക്കൾക്ക് കഴുത്തിലൊരു മാല പോലും ഞാൻ അവരെ, കാരണം എനിക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത്, കാരണം
പലർക്കും ഇല്ല. അപ്പോൾ പലർക്കും ഇല്ലാത്ത ഒരു കാര്യം ഞാൻ എന്തിനാണ് എൻ്റെ മക്കൾക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ആലോചിക്കും, എനിക്കും ഇത് ഉപേക്ഷിക്കാമായിരുന്നല്ലോ. ഞാൻ വളയിടുന്നുണ്ടല്ലോ, ഞാൻ മാലയിടുന്നുണ്ട്, ഞാൻ കമ്മലിടുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്കതൊക്കെ ഇട്ടിരുന്നുവെങ്കിൽ എൻ്റെ മക്കളെയും ഇടിയിപ്പിക്കാമായിരുന്നു. അപ്പോൾ ഈ രക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഉടൻ തന്നെ വേണ്ട, പിന്നെ അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കില്ല. അപ്പോൾ ദുഃഖം എന്ന് പറയുന്നത് അവരെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മണിക്കൂറുകളും ഒരുപാട് വർഷങ്ങളും നമുക്ക് കൊടുക്കാമായിരുന്നു ഒരമ്മ എന്നുള്ള രീതിയിൽ. അത് കൊടുക്കാൻ പറ്റാതിരുന്ന ഒരു വേദന, അത് തീർച്ചയായിട്ടും വയസ്സ് കൂടുമ്പോഴാണ്. അതായത് ഒരു സ്ത്രീക്ക്, എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്, ഒരു സ്ത്രീക്ക് വയസ്സ് കൂടും തോറും കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ, അത് ശരിയായോ ഇത് ശരിയായോ എന്നുള്ള തോന്നലുകളൊക്കെ കടന്നു വരാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ചില ദുഃഖങ്ങളുണ്ട്. എന്നാൽ എനിക്ക് സന്തോഷങ്ങളുമുണ്ട്. കാരണം ഒരു മക്കളെ ഞാനൊരു സിനിമയ്ക്ക് കൊണ്ടുപോയിട്ടില്ല. അവരുമായിട്ട് 18 വയസ്സ് വരെ ഒരു ടൂറ് എവിടെയെങ്കിലും പോകാൻ അത് സാധിച്ചിട്ടില്ല. എൻ്റെ മക്കളുടെ ചെറിയ പ്രായത്തിലൊന്നും സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുക്കണം, ആ ഫോട്ടോ ഒരു ആൽബമായിട്ട് സൂക്ഷിക്കണം, ഇതൊക്കെ ചെയ്യേണ്ടതല്ലേ. അതൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ നാളെ ആവട്ടെ പിന്നെ ആവട്ടെ എന്ന് കരുതി എൻ്റെ മക്കളുടെ ആ ഒരു പ്രായം അതെല്ലാം കടന്നുപോയി. അവർ വലിയ കുട്ടികളായി. അപ്പോൾ വലിയ കുട്ടികളായതിനു ശേഷം മാത്രമാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഫോട്ടോ പോലും രേഖകളുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തായി, അവർ പറന്നു, എന്നിൽ നിന്ന് പറക്കുന്ന ഒരു ഏജിലേക്ക് അവരെത്തിയ സമയത്ത് ഇപ്പോൾ ചെറിയ ആൾക്ക് തന്നെ 21 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ജോലിയിലായി, അയാൾ ബാംഗ്ലൂരിൽ താമസിക്കുകയാണ്. മൂത്ത ആളാണെങ്കിൽ ഇപ്പോൾ അമേരിക്കയിൽ ഇപ്പം പഠനവും എല്ലാം കഴിഞ്ഞു. 18 വയസ്സ് മുതൽ ജോലി ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. 18 വയസ്സ് മുതൽ പഠിക്കുകയും റാങ്ക് വാങ്ങുകയും കൂടെയുള്ളവരെ പഠിപ്പിക്കുകയും അങ്ങനെ പൈസ എന്താ പറയുക സ്വരുക്കൂട്ടിയെടുക്കുകയും അങ്ങനെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളമുള്ള ഒരവസ്ഥയിലേക്ക് ആ കുട്ടി ഔട്ട് ഓഫ് ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ പോയി ജോലി ചെയ്യുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ട് ആ പൈസയിൽ നിന്നും ഏറ്റവും കൂടുതൽ ഞാൻ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ദുഃഖങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, സന്തോഷം കലർന്ന ദുഃഖമാണത്. എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഓർക്കുന്ന സമയത്ത് എൻ്റെ അമ്മയ്ക്ക് എനിക്ക് നല്ലൊരു ഡ്രസ്സ് വാങ്ങി തരാനുണ്ടായിരുന്നില്ല, എനിക്ക് നല്ല ഭക്ഷണം തരാനുണ്ടായിരുന്നില്ല. ഞങ്ങൾ 5 പെണ്ണും ഒരാണും, ഞാൻ ഏറ്റവും താഴെയുള്ള കുട്ടിയായിരുന്നു. അന്ന് സത്യത്തിൽ 1974 ഞാൻ ജനിക്കുന്നത്. അപ്പോൾ അതിന് മുൻപുള്ള കാലഘട്ടം എന്ന് പറയുന്നത് ആ നാട്ടിലൊക്കെ കുഗ്രാമം തന്നെയാണ്. പ്രസവം വരെ വീടിനകത്താണ്. അപ്പോൾ പ്രസവം നിർത്തുന്ന ഒരു പരിപാടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. കാരണം തനി ഗ്രാമീണമായിട്ടുള്ള ഒരു കുഗ്രാമത്തിൽ ചെറിയൊരു വീട്ടിൽ ജനിച്ച് വളർന്ന് അന്ന് നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു പൈസയ്ക്ക്. പക്ഷേ ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ, എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 90 വയസ്സ് കഴിഞ്ഞു. എൻ്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടത് ഒരു കാരണവശാലും ഡൽഹിയിലെന്നല്ല, അമ്മയ്ക്ക് കേരളം വിട്ട് ഞാൻ എവിടെയും പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ സുഷമ സ്വരാജിയായിട്ട് എനിക്ക് നല്ലൊരു ബന്ധമുണ്ടായിരുന്നു, ആത്മബന്ധം ഉണ്ടായിരുന്നു. സുഷമാജി പറഞ്ഞു, ശോഭ ഇങ്ങനെ ഈ മലയാളത്തിൽ പ്രസംഗിച്ച് കേരളത്തിൽ എത്ര കാലം ഇരിക്കും, അതിനേക്കാൾ എത്രയോ നല്ലതാണ് ഡൽഹിയിൽ വരൂ, അവിടെ താമസിക്കൂ, നല്ല രീതിയിൽ എൻ്റെ കൂടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാനത് വേണ്ട എന്ന് എനിക്ക് തോന്നാൻ കാരണം, എൻ്റെ അമ്മയുടെ അമ്മ വേദനിക്കണോ, അമ്മയെ വേദനിപ്പിക്കണോ, അമ്മയെ വിട്ടിട്ട് ഞാൻ പോയാൽ അമ്മ വേദനിക്കും. അപ്പോൾ അമ്മയെ വേദനിപ്പിക്കണോ അതോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മതിയല്ലോ, ഇനിയും സമയമുണ്ടല്ലോ എന്ന് കരുതി കാത്തിരുന്നു. പക്ഷേ എനിക്ക് അമ്മ പോലെ സ്നേഹനിധിയായിട്ടുള്ള ഒരാളുടെ കൂടെ കുറേ കാലം പണിയെടുക്കാൻ ഡൽഹിയിൽ സാധിക്കുമായിരുന്നു സുഷമാജിയോടൊപ്പം പോയിരുന്നെങ്കിൽ. അതെനിക്ക് ജീവിതത്തിലെ വലിയൊരു നഷ്ടമായിട്ടും ദുഃഖമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സമയത്ത് എന്നെ തൃശ്ശൂരിൽ നിന്ന് കാറിൽ കയറ്റി, ഒറ്റയ്ക്ക് ഞാൻ സുഷമാജിയും മാത്രം കാറിൽ കയറ്റി എന്നെ പുതുക്കാട്, ഞാൻ ഇലക്ഷൻ നിൽക്കുകയാണ് അസംബ്ലി തെരഞ്ഞെടുപ്പിൽ, എന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നു. അവിടെ ഇറക്കി കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, അവിടെ സ്റ്റേജിൽ പറഞ്ഞു, കേരളത്തിൻ്റെ സുഷമ സ്വരാജാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ, എല്ലാവരും എന്നെ സ്നേഹിക്കുന്ന പോലെ ഈ മോളെയും സ്നേഹിക്കണമെന്ന് പറഞ്ഞ് പ്രസംഗിച്ച്, അത് പിറ്റേ ദിവസം മനോരമ ആണെന്ന് തോന്നുന്നു പേപ്പറിൽ വലിയ വാർത്തയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ദുഃഖങ്ങളാണ്, ആ നഷ്ടങ്ങൾ, വേദനകൾ. എനിക്ക് സന്തോഷങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പക്ഷേ ഞാൻ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ നമ്മൾ അവിടെയൊക്കെ പാടത്ത് പണിയെടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അമ്മ പോയാൽ കുട്ടികളും പോകണം. അപ്പോൾ എൻ്റെ മൂത്ത ചേച്ചിമാർക്കെല്ലാം കൂലിവേല ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ 7ാം ക്ലാസ് മുതൽ എനിക്കും അമ്മ ഡ്യൂട്ടി തരും. അങ്ങനെ ഇരിക്കുമ്പോൾ ചെറിയ കെട്ടുകെട്ടാക്കിയിട്ട് നമ്മൾ തോല് എന്ന് പറയും അവിടെ തൃശ്ശൂരിൽ, ഞാൻ തൃശ്ശൂരിലാണല്ലോ. അപ്പോൾ തോല് മുറിക്കുക എന്ന് പറയും, പറമ്പിൽ പോയിട്ട് തോല് മുറിക്കുക. തോല് മുറിച്ചെടുക്കുന്നത് പാടത്ത് കൊണ്ടുവന്നിട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് കുഞ്ഞു കെട്ടുകളായിട്ട് തോല് മുറിച്ച് അത് നടക്കണം, 3 കിലോമീറ്റർ നടന്നിട്ട് വേണം പാടത്തെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ കഴുത്തിന് എത്ര ആരോഗ്യം ഉണ്ടാവില്ലല്ലോ. പക്ഷേ എൻ്റെ അമ്മ പറയും, അതൊന്നും ഇവിടെ പ്രശ്നമല്ല. എൻ്റെ മുതിർന്ന ചേച്ചി 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തോല് അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ശോഭയും വെക്കണം, നിർബന്ധമാണ്.
അപ്പോൾ നമ്മളങ്ങനെ ആ കനാലിൻപുറം എന്ന് പറയും, കനാലിൻ്റെ മുകളിൽ കയറിയിട്ട് വേണം ഈ പറമ്പിലേക്ക് പോകാൻ. ആ പറമ്പിൽ നിന്ന് ഈ തോലരിഞ്ഞിട്ട് പാലം വഴി നടന്നു വരുമ്പോൾ ഈ തോലും ഞാനും കൂടിയിട്ട് അടിയിലേക്ക് വീണു, അതായത് കനാലിനുള്ളിലേക്ക്. അത് ഭയങ്കര കുഴിയാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ മകന് ഞാൻ കാണിച്ചു കൊടുത്തു, ഇത്രയും അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട് അന്ന്. അപ്പോൾ അവിടെ വീണു, പക്ഷേ എനിക്ക് കൈയൊടിയോ കാലൊടിയോ ഒന്നും ഉണ്ടായില്ല. പക്ഷെ ആ വീഴ്ചയൊക്കെ ചിലപ്പോൾ പിന്നീട് നമുക്ക് ശാരീരികമായിട്ട് വലുതൊക്കെ വരാം എന്ന് ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സായിട്ടുള്ള ഡോക്ടേഴ്സൊക്കെ പറയാം. അന്നത്തെ വീഴ്ചയൊക്കെ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവും. പിന്നെ എന്താ പറയുക, ദുഃഖം എന്ന് പറയുന്നത്, ഞാൻ പൊതുപ്രവർത്തനം നടത്തിയിട്ടല്ലേ എനിക്ക് ഏറ്റവും വലിയ പ്ലാസ്റ്റിക് സർജറി ചെയ്തത്. പൊതുപ്രവർത്തനം നടത്തിയതിൽ എനിക്ക് ദുഃഖമില്ല. പക്ഷേ ശോഭാ സുരേന്ദ്രനെ തല്ലി ചതയ്ക്കണം എന്ന് പോലീസ് തീരുമാനിക്കുന്നു. അപ്പോൾ അതിൻ്റെ പിറകിൽ ആരോ പ്രവർത്തിച്ചിട്ടില്ലേ? കാരണം ടോൾ മാർച്ചിൽ സമരം നടത്തുന്നു. ആ ടോൾ മാർച്ചിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞ് അവിടെ നിൽക്കുന്ന സമയത്താണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കല്ലേറുണ്ടാകുന്നു. അവിടെ വലിയ സംഘർഷം ഉണ്ടാകുന്നു. അന്ന് ഒരു TCV ചാനൽ തൃശ്ശൂരിൽ ഒഴിച്ച് ബാക്കി ഒരു മീഡിയയും അവിടെ ഇല്ല. പോലീസ് എല്ലാവരെയും അടിച്ചോടിക്കുകയാണ്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ആ ചാനൽ മാത്രം എവിടെയോ ചെറിയൊരു വീഡിയോ വെച്ചുകൊണ്ട് പകർത്തിയ ഒരു ദൃശ്യം അതിപ്പോഴും ഉണ്ട്. ഞാൻ അത് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിട്ടുണ്ട്. അന്നത്തെ ഒരു ദൃശ്യം, ഗൗരിയമ്മയ്ക്കും അജിതയ്ക്കും ശേഷം ഏറ്റവും കൂടുതൽ ലാത്തി ചാർജ് എന്തിനു വേണ്ടിയിട്ടാണ്? അവിടുത്തെ ടോൾ സമരത്തിൽ ഞങ്ങൾ എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു വലിയ സമരമാണ്. ആ സമരത്തിലാണ് ഇത്രയും വലിയ ലാത്തി ചാർജ് ഉണ്ടായത്. ഇവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ബോധം കെടുന്നത് വരെ അത് ആസൂത്രിതമാണ്. കാരണം ബോധം കെടുന്നത് വരെ, കാരണം ഞാൻ അന്ന് ബൈ ഇലക്ഷനിൽ സ്ഥാനാർത്ഥിയാകേണ്ട ആളാണ്. ബൈ ഇലക്ഷനിൽ ഒരു ബൈ ഇലക്ഷൻ വന്ന് പടിവാതിൽ നിൽക്കുന്നു. ഞാൻ സ്ഥാനാർത്ഥിയായാൽ തീർച്ചയായിട്ടും എന്താണ്, എൻ്റെ വോട്ട് ഡബിളാവും, വടക്കാഞ്ചേരിയിലായതുപോലെ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ അതിൽ ആളുകൾക്ക് നഷ്ടം ഉണ്ടാവും. അപ്പോൾ അന്ന് ആ ലാത്തി ചാർജിന് വിധേയമായി തല പൊട്ടി പ്ലാസ്റ്റിക് സർജറി ചെയ്ത് ഒരാഴ്ചക്കാലം ഓർമ്മയില്ലാതെ കിടക്കേണ്ട ഒരു സാഹചര്യം വന്നു. അതെല്ലാം നമുക്ക് ആരോഗ്യത്തിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ദുഃഖങ്ങൾ. പക്ഷേ അതിലും എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എനിക്ക് ദുഃഖം ഏതാണ് സന്തോഷം ഏതാണെന്ന് വേർതിരിച്ച് പറഞ്ഞു തരാൻ സാധിക്കില്ല. എനിക്ക് അതിലും സന്തോഷമുണ്ട്. കാരണം കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ജനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം നിന്ന് എനിക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റി. അത് വലിയ കാര്യമല്ലേ? ശരിയാണ്. അതുപോലെ തന്നെ പ്രധാനമായും പറയേണ്ടത് മുഖ്യ എതിരാളി KC വേണുഗോപാൽ. ഇവിടെ ഇപ്പോൾ പൊതുവിൽ പറയുന്നത് ആലപ്പുഴയിൽ മുൻ സിറ്റിംഗ് MP ആയിട്ടുള്ള ആരിഫും അതുപോലെ തന്നെ ഇതിനു മുൻപ് MP ആയിരുന്ന 2 തവണ MP ആയിരുന്ന KC വേണുഗോപാലും. പൊതുവിൽ UDFന് അനുകൂലമായ ഒരു തരംഗമാണ് ലോക്സഭയിൽ ഉണ്ടാകുന്നത്. ഒപ്പം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലം തന്നെയാണ് പ്രത്യേകിച്ചും ആലപ്പുഴ. അപ്പോൾ അവിടെ BJPക്ക് എന്ത് പ്രസക്തി ഉണ്ടാകും? അതുപോലെ തന്നെ എങ്ങനെയാണ് BJPക്ക് ഇവിടെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? ഒപ്പം ഈ എതിരാളിയെക്കുറിച്ച് കൂടി. അതായത് ലോക്സഭയിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്താണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ട്രെൻഡ് ആലപ്പുഴക്കാർ നൽകിയിട്ടുള്ളത്. കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒന്നുമല്ലാതായി പോയി എന്നും ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സീറ്റിൽ നിന്നാൽ വേറൊരു സീറ്റിൽ നിന്നാൽ രാഹുൽ ഗാന്ധിക്ക് പോലും ജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമായി. ഇതിനു മുൻപ് അതായിരുന്നില്ല സ്ഥിതി. മോദിജിയെ പരാജയപ്പെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിക്ക് സാധിക്കും എന്നുള്ള ഒരു ചെറിയ ട്രെൻഡ് കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവന്ന് ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയാണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു കാലാംശമുണ്ടായിരുന്നു. ഇന്ന് അതല്ല. ഇന്ന് ഇന്ത്യ ഭരിക്കാൻ പോകുന്നത് നരേന്ദ്രമോദിയാണെന്നും 400-ൽ പരം സീറ്റുകൾ കിട്ടുമെന്നും ഏത് കുടിലിനകത്തിരിക്കുന്ന മാർക്സിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും മനസ്സിലായിട്ടുണ്ട്. അവർക്കറിയാം അവർക്ക് 2000 രൂപയുടെ കിസാൻ സമ്മാൻ പദ്ധതി കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ വീട് കൊടുത്തത് നരേന്ദ്രമോദിയാണ്. അവർക്ക് 2260 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നത് നരേന്ദ്രമോദിയാണ്. അവർക്ക് വലിയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊടുത്തത് നദ്ദാജിയാണ്. അദ്ദേഹം ആരോഗ്യവകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററായ സമയത്താണ്. അവർക്ക് ആവശ്യമായിട്ടുള്ള അമൃത് നഗരം പദ്ധതി കൊണ്ടുവന്നത് ഇദ്ദേഹത്തിന്റെ സ്വപ്ന പദ്ധതിയാണ്. 300-ലധികം വരുന്ന പദ്ധതികൾ ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഇത്രയും നല്ല ഒരു മനുഷ്യൻ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാർലമെന്റിനകത്ത് എന്തായാലും കോൺഗ്രസിന് പ്രധാനമന്ത്രിയില്ല. കോൺഗ്രസ് പ്രതിപക്ഷ കക്ഷിയുടെ റോള് പോലും ഏറ്റെടുക്കാൻ ശക്തിയില്ലാതെ നിൽക്കുകയാണ്. അപ്പം ജയിക്കാൻ സാധ്യതയുള്ള അവിടെ ഭരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ, ഒരു സ്ത്രീയെ പറഞ്ഞയക്കുന്നത് നല്ലതാണ് എന്ന് 2 പാർട്ടിക്കകത്തുമുള്ള നിഷ്പക്ഷമതികളായിട്ടുള്ള അവർക്ക് വോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ എന്ന് പറയും, അങ്ങനെയുള്ള ആളുകൾ തീരുമാനമെടുക്കും. അത് തീർച്ചയായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ആലപ്പുഴയെ പശ്ചാത്തലം 19,000 വോട്ട് 50,000 ആകുന്നു, 1,80,000 ആകുന്നു. അപ്പോൾ ആ 1,80,000-ലാണ് ഞാൻ വന്ന് തൊടുന്നത്. ഞാൻ ഇതുവരെ 90,000-ൽ കൂടുതൽ വോട്ടുള്ള ഒരു സ്ഥലത്തും മത്സരിച്ചിട്ടില്ല പാർലമെന്റിൽ. അതെനിക്ക് 2.5 ലക്ഷമാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴയിലെ BJPയുടെ വളർച്ച പ്ലസ് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള അവരുടെ ശോഭയുടെ വോട്ടും
ചേർത്ത് വെക്കുന്ന സമയത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ ജയിക്കും, എൻ്റെ പ്രസ്ഥാനം ജയിക്കുമെന്നുള്ളതാണ്. അതാണ് ഇവിടെ കാണാൻ പോകുന്നത്. അവിടെ കോൺഗ്രസോ മാർക്സിസ്റ്റ് പാർട്ടിയോ പ്രസക്തിയേ അല്ല. കാരണം മുൻ MP പോയിട്ട് അദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് 3 മിനിറ്റാണ് പാർലമെൻറ്റിൽ എനിക്ക് സംസാരിക്കാൻ കിട്ടുക. അമിത്ഷാജി വരുന്ന സമയത്ത് തന്നെ അദ്ദേഹം കഥ പറയുന്നത് കേട്ടാൽ നമുക്ക് തന്നെ ചിരി വരും. കാരണം എന്താണ്, അമിത്ഷാജി അത്രയും ഭയപ്പെടുന്നു. എന്തിനാ ഭയപ്പെടുന്നത്? അമിത്ഷാജി ഒരു സാധാരണക്കാരനാണ്. ഗുജറാത്തിലൊരു പാൽ സൊസൈറ്റിയിൽ ആദ്യമായിട്ട് ഇലക്ഷന് മത്സരിച്ച് പാൽ സൊസൈറ്റിയിൽ പാലളക്കുന്ന ആളുകൾക്ക് വേണ്ടി വികസന പ്രവർത്തനം നടത്തി കയറി വന്ന് പടിപടിയായി പാർട്ടിയുടെ ചുമതലയിലേക്ക് വന്ന ആളാണ്. രാഷ്ട്രീയത്തിൻ്റെ വളരെ കഴിവും പ്രാപ്തിയുമുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് കഴിവുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സമഗ്രമായ വികസനം നടക്കേണ്ടത് BJP ജയിച്ചാലാണ്, NDA ജയിച്ചാലാണ് എന്നുള്ള തോന്നൽ, ബോധ്യം അത് ആലപ്പുഴയിലെ ജനങ്ങൾക്കുണ്ട്. മാത്രവുമല്ലല്ലോ, കേരളത്തിലൊരു സ്ത്രീ സാന്നിധ്യം. കേരളത്തിൽ 5 സ്ത്രീകളെ ഞങ്ങൾ മത്സരരംഗത്ത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ 5 സ്ത്രീകൾ BJPക്ക് നിർത്താമെങ്കിൽ, NDAക്ക് നിർത്താമെങ്കിൽ ഇത്രയും കാലം കേരളത്തെ മാറി മാറി ഭരിച്ച കോൺഗ്രസിനെ എന്തേ നിർത്തിക്കൂടെ? മാർക്സിസ്റ്റ് പാർട്ടിക്ക് നിർത്തിക്കൂടെ? CPIക്ക് നിർത്തിക്കൂടെ? ഇല്ലല്ലോ. അവർ പേരിന് ഓരോ വനിതകളെ നിർത്തിയിരിക്കുകയാണ്. ഇതൊരു നെഗറ്റീവ് മൂഡ് ആ പാർട്ടിയിലേക്ക്, ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന മുനിസിപ്പൽ കൗൺസിലർമാർ, കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനത്തിരിക്കുന്നവർ, വാർഡ് മെമ്പർമാർ, പൊതുപ്രവർത്തനം ചെയ്തിട്ടുള്ള മുഴുവൻ സ്ത്രീകൾക്കും അലോസരമുണ്ടാക്കിയിട്ടുണ്ട്. അവരാഗ്രഹിച്ചത് അവരുടെ 5 സ്ത്രീകളെ കാണാനാണ്. 5 പാർലമെന്റേറിയന്മാരെ കാണണമെന്നാണ് അവരാഗ്രഹിച്ചത്. നടന്നില്ല. അപ്പോൾ അവരെ സൈഡ് ലൈൻ ചെയ്തു. ഒരു ചെറിയ പൊട്ടു കുത്തിയതുപോലെ അവരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ പ്രതിഷേധവും എന്നാൽ പിന്നെ ശോഭ പോട്ടെ എന്നുള്ള രീതിയിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിലെ നല്ല ചിന്തയും ബോധ്യവുമുള്ള സഖാക്കളായിട്ടുള്ള സ്ത്രീകളുടെ വരെ കരുതൽ ഇത്തവണ നമ്മളോടൊപ്പം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.